ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ കമ്പനിയിൽ നിന്ന് ഷിഫ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കയറി കിടന്ന് ഉറങ്ങിയതാണ്. പക്ഷെ നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ അപ്പോഴത്തേക്ക് വൈറ്റത്തോട് അടിച്ച് കയറി. അപ്പോൾ എന്തെങ്കിലും പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് കഴിച്ചൊരു കോമ്പിനേഷനാണ് പുട്ടും മുട്ടക്കറി. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെ പുട്ടും മുട്ടക്കറി അങ്ങനെ കഴിക്കത്തില്ല. കടലക്കറി അല്ലെങ്കിൽ ഗ്രീൻ ബീൻസ് കറി ഇതൊക്കെയാണ് ഞങ്ങൾ കൂടുതൽ, പപ്പടം ഇതൊക്കെയാണ് പുട്ടിലൂടെ കൂടുതലും കഴിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ പുത്തിരി ഒരു പുട്ടും മുട്ടക്കറി നല്ല ടേസ്റ്റോടെ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഇത് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം വാങ്ങിച്ച് കഴിച്ച് നോക്കുകയാണ്. കിടിലൻ ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു കിടിലൻ പുട്ടും മുട്ടക്കറിയും കിട്ടുന്ന ഒരു കടയുണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ട് പോകാം. അങ്ങനെ ഞാൻ കടയിൽ കയറി പുട്ടും മുട്ടക്കറി ഓർഡർ ചെയ്തു. ഈ ഒരു മുട്ട ഞാൻ എക്സ്ട്രാ വാങ്ങിയതാണ്. നമ്മൾ പ്രോട്ടീനും നോക്കണമല്ലോ. അപ്പോൾ തുടക്കക്കാരായിട്ട് വീഡിയോ എടുക്കുന്ന എല്ലാവരുടെയും ഒരു മെയിൻ പ്രശ്നമായിരിക്കും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് വീഡിയോ എടുക്കുന്നത്. ഞാനും ഫസ്റ്റ് ഈ കടയിൽ കയറിയിട്ട് തിരിച്ചിറങ്ങി നാളെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. പിന്നെ ഇന്ന് തന്നെ എടുത്തേക്കാന്ന് വിചാരിച്ച് കയറി. കാരണം ഞാൻ ഇന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നാളെ ഞാൻ വീഡിയോ എടുക്കത്തില്ല അവിടെ ആൾക്കൂട്ടം കണ്ടു കഴിഞ്ഞാൽ. കാരണം അവിടെ അതുപോലെ തിരക്കാണ്. കാരണം അത്രയ്ക്ക് നല്ല ഫുഡാണ് അവിടെ നിന്ന് കിട്ടുന്നത്. ഞാൻ അവിടെ നിന്ന് മിക്കപ്പോഴും ഫുഡ് കഴിക്കാറുള്ളതാണ്. എനിക്ക് ഇതുവരെ അവിടെ നിന്ന് ഒരു ബാഡ് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ പുട്ട് കഴിക്കുമ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ആദ്യം ആ പുട്ട് പ്ലേറ്റിൽ ഫുള്ളായിട്ട് പൊടിക്കണം. എന്നിട്ട് ആ ഒരു മുട്ട അതിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് ആ മുട്ടയിലോട്ട് ആ ഒരു ഗ്രേവി ഒഴിക്കണം. കാരണം മുട്ടയ്ക്ക് വലിയ ചൂട് കാണത്തില്ല. കാരണം മുട്ട അവർ ആദ്യമേ ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പോൾ ഈ ഗ്രേവി ഒഴിക്കുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചൂടാവും. എന്നിട്ട് ആ ഒരു ഗ്രേവിയിൽ ഈ ഒരു പുട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല രീതിയിൽ ആ ഒരു ഗ്രേവിയിൽ ഈ ഒരു പുട്ടും കടലെല്ലാം മിക്സ് ചെയ്തിട്ട് വേണം ഓരോരോ ഉരുളയായിട്ട് നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പുട്ടും കടലക്കറിയും പുട്ടും പപ്പടവും പുട്ടും പഞ്ചാരയും ചായ ഒഴിച്ച് വരെ പുട്ട് കഴിച്ചിട്ടുണ്ട്. പക്ഷെ പുട്ടും മുട്ടക്കറി അതൊരു അപാര സംഭവം. നിങ്ങൾ ലൈഫിൽ ഒരു ടൈമെങ്കിലും പുട്ടും മുട്ടക്കറിയും കഴിച്ച് നോക്കണം. ഞങ്ങൾ അവിടെ നിന്ന് കൂടുതലായിട്ട് കഴിക്കാറില്ല. ചിലപ്പോൾ നിങ്ങളെല്ലാം കഴിച്ചിട്ടുള്ളതായിരിക്കും, ഞാൻ കഴിക്കാത്തതുകൊണ്ടായിരിക്കും. ഞാനിത് കഴിച്ച് കിട്ടില്ലൻ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കിടിലൻ ടേസ്റ്റ്. എനിക്ക് വീഡിയോ എടുക്കാൻ പോലും ഓരോ എക്സ്പ്രഷൻ കാണലൊക്കെ ഇടണമെന്നുണ്ട്. പക്ഷേ എനിക്കിത് കുഴച്ച് ഓരോ ഉരുളയായിട്ട് കഴിക്കാനായിട്ട് ഇങ്ങനെ മനസ്സിനിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. വീണ്ടും അടുത്തുള്ള കഴിക്കണം. ഞാൻ ഏകദേശം പകുതിയോളം കഴിച്ച് തീർത്തു. കിട്ടില്ലൻ ടേസ്റ്റ്. നിങ്ങൾക്ക് പുട്ടും മുട്ടക്കറി നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ലൈഫിൽ ഒരു വട്ടമെങ്കിലും പുട്ടും മുട്ടക്കറിയും കഴിക്കാം. അത് ഇച്ചിരി മധുരമുള്ള മുട്ടക്കറിയില്ലേ, ചെറിയ മധുരമുള്ള മുട്ടക്കറിയില്ലേ, ആ ഒരു മുട്ടക്കറി കൂട്ടി തന്നെ പുട്ട് കഴിക്കണം. നല്ല രീതിയിൽ ആ ഒരു ഗ്രേവിയിൽ മിക്സ് ചെയ്ത് ആ ഒരു മുട്ടയൊക്കെ കൂട്ടി കഴിച്ചാൽ ഉണ്ടല്ലോ സ്വർഗം കാണും, സ്വർഗം. പുട്ട് കഴിക്കേണ്ട ശരിയായ രീതി ഞാൻ പറയാം. മുട്ടക്കറി കൂട്ടിയിട്ട് ആദ്യം ആ ഒരു പുട്ടിലോട്ട് ആ ഒരു ഗ്രേവി നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. അതായത് കുഴയ്ക്കണം, നല്ല രീതിയിൽ കുഴയ്ക്കണം. ആ ഒരു പുട്ട് ഇങ്ങനെ സോഫ്റ്റ് ആവുന്ന വരെ നല്ല രീതിയിൽ കുഴച്ചിട്ട് ആ മുട്ടയുടെ വെള്ളം ആദ്യമേ എടുത്ത് വെക്കരുത്. ആ ഒരു വെള്ള പൊട്ടിച്ച് അതിൻ്റെ അകത്തുനിന്ന് ആ ഒരു മഞ്ഞക്കരു എടുക്കണം. എന്നിട്ട് ആ ഒരു മഞ്ഞക്കരുവേലെ പാതി എടുത്തിട്ട് അത് ഈ ഒരു പുട്ടുമായിട്ട് മിക്സ് ചെയ്യാം. അതും മിക്സ് ചെയ്ത് ഇച്ചിരി വെള്ളക്കരുവും കൂടെ വെച്ചിട്ട് ഒരു ഉരുള കഴിച്ചാൽ ഉണ്ടല്ലോ എൻ്റെ മോനെ വായിക്കൂടെ കപ്പലോടും. എൻ്റെ വായിന് ഇപ്പോഴും വെള്ളം വരുന്നത്. കിട്ടില്ല സാധനം, കിട്ടില്ല സാധനം. ഇപ്പോൾ നമ്മുടെ സ്പോട്ട് വരുന്നത് അങ്കമാലി മുക്കന്നൂർ പഞ്ചായത്ത് ഓഫീസിനടുത്തുള്ള ഹോട്ടൽ ആനന്ദ്.